പുറമട എന്ന് പറഞ്ഞാൽ ഒരു നദിയുടെ ഉത്ഭവത്തിൽ നിന്ന് ചെറിയ ചെറിയ കല്ലുകൾ ഒഴുക്കിൽ കൂടെ വന്ന് അത് പൊടിഞ്ഞ് അത് പൊടിഞ്ഞ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് ഒന്ന് നമ്മുടെ കയത്തിൽ അടിഞ്ഞു കൂടുന്നു. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വരുന്നത് നല്ല ഫൈൻ പാർട്ടിക്കിളായിട്ട് അത് അടിഞ്ഞു കൂടുന്നു. അതിനെ പിന്നെ ആൾക്കാർ വള്ളത്തെ പോയി മുങ്ങിക്കോരി എടുത്ത് ആ വാഷ് ചെയ്ത അല്ലെങ്കിൽ ആ മുങ്ങിക്കോരി എടുത്ത് അതിനകത്ത് എല്ലാ ചെളികളും എല്ലാം മാറി സാധനം നമ്മൾ വള്ളത്തിലാക്കി വെളിയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല ഒരു പുഴമണൽ എന്ന് പറയുന്നത്. ഇന്നത്തെ നിയമപരമായ പ്രോബ്ലം വെച്ച് അങ്ങനെ മെനക്കെട്ട് ഈ പറഞ്ഞതുപോലെ ഓരിയെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ, അല്ലെങ്കിൽ ഇങ്ങനെ മുങ്ങിക്കോരി എടുക്കുമ്പം ആ മുങ്ങി താഴേന്ന് കയറി വരുമ്പോൾ ഉള്ള ആ ഒരു വാഷിങ് ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുന്നില്ലെന്നുള്ളതാണ് എൻ്റെ പലപ്പോഴും തോന്നൽ. ആൾക്കാരൊന്ന് നമുക്ക് പുഴമണൽ സപ്ലൈ ചെയ്യാമെന്നൊക്കെ ആരും പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ നദിയുടെ തീരത്ത് അടിഞ്ഞു കൂടി കിടക്കുന്ന ലഗൂൺസ് ആയിട്ട് മണൽ പൊങ്ങി വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നത് വെട്ടിക്കോരിക്കൊണ്ട് വരുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചേറിൻ്റെ അംശം ഭയങ്കര കൂടുതലായിരിക്കും. അതൊരു പക്ഷേ നമുക്ക് ഈ എംസാൻഡ് ബിസാൻഡ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്നു അതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് എങ്ങനെയാണ് അത് ഈ മണൽ കളക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് അവർ കളക്ട് ചെയ്യുന്നത്, ഇതുപോലെ വാഷ് ചെയ്ത കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.